എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു നോട്ടിഫിക്കേഷൻ മിൽമയിൽ വന്നിരിക്കുകയാണ്. പ്ലാൻ അസിസ്റ്റന്റ് ഗ്രേഡ് 3 10ാം ക്ലാസ് ആണ് യോഗ്യത. ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഡിഗ്രി ഇല്ലാത്ത എല്ലാവരും പഠിക്കണമെന്ന് നിർബന്ധപൂർവ്വം ഞാൻ പറയുകയാണ്. കാരണം 93 ഒഴിവുകളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലെത്തി പഠിച്ചാൽ ഒരുപാടൊന്നും പഠിക്കാനില്ലെന്നേ. ഞാൻ സിലബസ് പറയാൻ വേണ്ടി പോവുക. ഒരുപാടൊന്നും പഠിക്കാനില്ല. നിങ്ങളൊരു 10-25-30 മണിക്കൂറോളം പഠിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആകും. പിന്നീട് ഇത് മാക്സിമം റിവിഷൻ ചെയ്യുക, വീണ്ടും പഠിക്കുക. ഞങ്ങൾ വീണ്ടും പരീക്ഷ ഇടുന്നതായിരിക്കും, ഞങ്ങൾ ലൈവ് ക്ലാസ് നൽകുന്നതായിരിക്കും, ഞങ്ങൾ ഒപ്പം സഞ്ചരിക്കുന്നതായിരിക്കും. നിങ്ങൾ മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനത്തിൽ വിളിച്ച് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. ഞാൻ ഇപ്പോൾ ഇതിന്റെ സിലബസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. വ്യക്തമായി പറയാം. കോർ സബ്ജക്ട് 75 മാർക്കിനാണ്. ഓരോന്ന് ഞാൻ വായിക്കാം. പാൽ ഉൽപ്പന്നങ്ങളും അടിസ്ഥാന അറിവ്, പാൽ സംസ്കരിക്കുന്നതിനുള്ള വിവിധ രീതികൾ, പാലിൽ അടങ്ങിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ, പാൽ സാമ്പിളിംഗ് രീതി, പാലിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ, ഡയറി പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മിൽമ തിരുവനന്തപുരം മേഖല യൂണിയൻ ഉത്പാദിപ്പിക്കുന്ന പ്രധാന പാൽ ഉൽപ്പന്നങ്ങൾ, പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രവൃത്തികൾ, ക്ലീനിങ് കെമിക്കലുകൾ, പാലിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ, പൊതുവായ വ്യക്തി ശുചിത്വ രീതികൾ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് മിൽമയിലേക്കാണ്. അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സിലബസ്. ഒരുപാട് അഭിനന്ദിക്കണം മിൽമയെ. കാര്യം എന്താണ്? അവർ സിലബസ് തയ്യാറാക്കിയപ്പം A to Z കാര്യങ്ങൾ, 10ാം ക്ലാസ് യോഗ്യതയുള്ള ഡിഗ്രി യോഗ്യത ഇല്ലാത്ത ഒരാൾ ജോലി ചെയ്യാൻ പോകുമ്പം അടിസ്ഥാനപരമായി ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. നോക്കിയേ, പാൽ എന്താണ്, പാലിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ഉണ്ട്, അത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പഠിച്ച് പാസ്സായിട്ടാണ് നിങ്ങൾ എന്തിലേക്ക് പോകുന്നത്? ജോലിക്ക് വേണ്ടി പോകുന്നത്. പാർട്ട് B വായിക്കാം. അതാട്ടെ, ഇനി മിൽമ 25% ഉള്ളത്. മിൽമയെ കുറിച്ചുള്ള അടിസ്ഥാന അറിവ്, മിൽമ തിരുവനന്തപുരം മേഖല യൂണിറ്റിന്റെ ചരിത്രം, മിൽമ തിരുവനന്തപുരം മേഖല യൂണിറ്റിന്റെ ദർശന ദൗത്യം, മൂല്യങ്ങൾ എന്നിവയെ കുറിച്ചുള്ള അവബോധം, കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ക്ഷീര സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക്, എമർജൻസി ഫസ്റ്റ് എയ്ഡ് അറിവുകൾ, അടിസ്ഥാന ഗണിതം, അടിസ്ഥാന ഇംഗ്ലീഷ് പരിജ്ഞാനം, സ്വന്തം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മേലധികാരികൾക്ക് മലയാളത്തിൽ കത്തുവാനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹയർ ഓഫീസേഴ്സിനും ലെറ്റർ എഴുതാനുള്ള കഴിവ്. അപ്പോൾ ഇത് സിലബസിനകത്ത് മിൽമയെ കുറിച്ച് അറിഞ്ഞിരിക്കണം, മിൽമയിലെ ഉപകരണങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പാലിന്റെ ഉൽപാദന രീതികൾ, പ്രോസസ്സിംഗ് എല്ലാം അറിഞ്ഞിരിക്കണം. ഒപ്പം മിൽമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, നമ്മൾ ഗണിതവും ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. അടിസ്ഥാന ഗണിതവും അടിസ്ഥാന ഇംഗ്ലീഷും. ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മിൽമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, പാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം പഠിച്ചാൽ ഒരു 30 മണിക്കൂർ പഠിക്കാനുള്ളതേ ഉള്ളൂ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജോലി കിട്ടാം. ചെറിയ ശമ്പളമൊന്നുമല്ല, നല്ല ശമ്പളമാണ്. ലാഭകരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ എല്ലാവർക്കും ആശംസ പറയുന്നു. നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ കോഴ്സ് റൺ ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക്